ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ജനകീയ തെരച്ചിൽ. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹും, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ നിർത്തിവച്ചിരുന്നു. ഇന്ന് വീണ്ടും ജനകീയ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് ജനകീയ തെരച്ചിലിനെ തുടർന്ന് ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ പ്രദേശവാസികൾ ഒരുമിച്ചുള്ള ഈ തെരച്ചിൽ കൃത്യമായി അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് തെരച്ചിലിൻ്റെ ഒരു രീതി പുരോഗമിക്കുന്നത്? സിജു, ഏതാണ്ട് 1500ഓളം പേരാണ് ഇന്ന് തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് NDRFൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഒക്കെ വിഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഇന്ന് ഈ ക്യാമ്പിൽ കഴിയുന്ന ചില ആളുകൾ, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വലിയ പരിചയമുള്ള ആളുകൾ, ഈ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത്തരത്തിൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പ്രദേശവാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള ഇടങ്ങളുണ്ടെങ്കിൽ അവിടെ വീണ്ടും പരിശോധന നടത്തുക എന്നതാണ്. ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമലയിലൊക്കെ നേരത്തെ 2-3 തവണ പരിശോധന പൂർത്തിയായ സ്ഥലം കൂടിയാണ്. ഈ ഗതാഗത സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ പൂർണ്ണമായ ഒരു പരിശോധന പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റിടങ്ങളിൽ, ഈ ചാലിയാറിൻ്റെ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ സൂക്ഷ്മമായ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ചാലിയാറിലേക്ക് ഇത് ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളിലൊക്കെ പരിശോധന നടന്നു കഴിഞ്ഞെങ്കിലും ഈ പുഴയിലെ വെള്ളത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ് എന്നാണ് കരുതുന്നത്. അതനുസരിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ഈ ആളുകൾ ഏതെങ്കിലും തരത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഈ വീടുകളൊക്കെ ഉണ്ടായിരുന്നത് സ്ഥലങ്ങൾ അവർക്ക് കൃത്യമായി അറിയാം, ആളുകൾ ഉണ്ടായിരുന്ന ഇടങ്ങൾ അവർക്ക് കൃത്യമായി അറിയാം, ചെറിയ ചെറിയ ആഴങ്ങളും ചതുപ്പുകളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവർ പറയുന്ന സ്ഥലത്ത് കൂടുതൽ തിരച്ചിൽ നടത്താനുള്ള ശ്രമം ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ JCBയുടെ ഒക്കെ സഹായം സ്വീകരിക്കുന്നുണ്ട്. മറ്റു ചില ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ വീടിൻ്റെ കോൺക്രീറ്റുകളൊക്കെ, തകർന്ന കോൺക്രീറ്റൊക്കെ നീക്കിയുള്ള പരിശോധന ചില ഏരിയകളിലൊക്കെ ഇനിയും നടത്താനുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ചാലിയാർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായി തെരച്ചിൽ നടക്കുക. ഏതാണ്ട് 272ഓളം മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചത് ചാലിയാറിൽ നിന്നാണ്. അതുകൊണ്ട് ചാലിയാർ ഒരു സുപ്രധാന ഭാഗമായി കണ്ട് അവിടെ തെരച്ചിൽ നടത്തി വരുന്നുണ്ട്. ഏതാണ്ട് ഇന്ന് 6 മേഖലകളിലായി ചെറു സംഘങ്ങളായി തെരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളുടെയൊക്കെ പ്രവർത്തകർ മണ്ണ് നീക്കുന്നതിനും മറ്റുമൊക്കെ സഹായവുമായി ഒപ്പമുണ്ട്. സിജോ.